നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുമാരേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യപ്പെടണമെങ്കിൽ ദേവിയുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അമ്മേ ദേവി, അവളുടെ സങ്കടം മാറ്റിക്കൊടുക്കണേ. ദേവുട്ടി, സന്ധ്യ കഴിഞ്ഞ നേരത്ത് നീ എന്താ ഇവിടെ, അതും തനിച്ച്? അസമയത്ത് ഇവിടെ തനിച്ചിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് അറിയില്ലേ നിനക്ക്? എന്റെ മനസ്സിലെ സങ്കടം ഞാൻ എങ്ങനെയാ വിദ്യമ്മയോട് പറയുക? സൗവർണിക പുനർജന്മം തന്നവൾക്കിപ്പോ അതേ സൗവർണികയിൽ തന്നെ അലിഞ്ഞില്ലാതാവാൻ ആഗ്രഹം. എല്ലാവരുടെയും വിരോധവും സമ്പാദിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. ഈ സൗവർണികയിൽ തന്നെ എല്ലാം അവസാനിപ്പിക്കാനാണോ നീ ആലോചിക്കുന്നത്? അതൊരു ഒളിച്ചോട്ടാണല്ലോ ദേവുട്ടി. ആത്മത്യാഗം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം നിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായത്? നീ സ്നേഹിക്കുന്നവർ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നതിന്റെ പേരിൽ സ്വയം ഇല്ലാതാവാൻ ശ്രമിക്കുന്നത് ഭീരുത്വമാണ് കുട്ടി. അത് മാത്രമല്ല, ആത്മാവ് തന്ന പ്രപഞ്ച ശക്തിക്ക് മാത്രമേ അത് തിരിച്ചെടുക്കാനും അവകാശമുള്ളൂ. സ്വന്തം ജീവനെ സ്വയം ഹനിക്കാൻ നോക്കുന്നത് പാപമാണ്. പിന്നെന്താ അതിലൊരു പക്ഷേ? നോക്കൂട്ടി, ഓരോ മനുഷ്യനെയും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവനവന്റെ മനസ്സിലെ ശുഭപ്രതീക്ഷകളാണ്. ഒപ്പം ഒരവസ്ഥയും ശാശ്വതമല്ല എന്ന തിരിച്ചറിവ്. നിന്നെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തവർ ഒരു ദിവസം നിന്റെ സ്നേഹവും മഹത്വവും മനസ്സിലാക്കുന്ന ദിവസം വരും. ആ ദിവസം ആത്മാഭിമാനത്തോടെ അവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ നീ ഉണ്ടായേ പറ്റൂ. അപ്പോഴാണ് നിന്റെ ജീവിതം സാർത്ഥകമാകുന്നത്. അഖിലയോ അമ്മയോ സന്ദീപിന്റെ അമ്മയോ ആര് വേണമെങ്കിലും നിന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കരുതിക്കോട്ടെ. നമ്മൾ കൊടുക്കുന്നത് തന്നെ അവരിൽ നിന്ന് തിരിച്ചു കിട്ടണമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നിന്റെ അചഞ്ചലമായ ഭക്തിയും സ്നേഹവും വിശ്വാസവും സാക്ഷാൽ ദേവി തിരിച്ചറിയുന്നുണ്ട്. ആ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ട്. അതോർത്ത് ആശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുക. ആരൊക്കെ തടസ്സം നിന്നാലും നിന്നെ തേടി വരേണ്ടത് നിന്നെ തേടി വരിക തന്നെ ചെയ്യും. മനസ്സിലെ അശുഭ ചിന്തകളൊക്കെ മാറ്റി അവിടെ ഈശ്വര ചൈതന്യം കൊണ്ട് പ്രകാശമാനമാക്കുക.